ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലമൊക്കെ ആയപ്പോൾ നമ്മുടെ വീടിന് ചോർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒന്ന് സെറ്റ് ചെയ്യണം ചോരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വാ. കഴിഞ്ഞിട്ട് ചോരുന്നതിന് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കിടാനാണ് കേട്ടോ, ഇതെല്ലാം അമ്മ ഊരി മാറ്റുന്നത്. കാരണം നമുക്കിവിടെ ഇതൊന്നും മാറ്റിയെങ്കിൽ നല്ലതാണ്, പക്ഷേ നമുക്കിത് വണ്ടി ഇടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ടേക്കുന്ന ചെറിയൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാകട്ടെ, നമ്മുടെ വണ്ടി ഓട്ടോ ഇടാനും സ്കൂട്ടറും ഒക്കെ വേണ്ടി, പിന്നെ നനയായിരിക്കാൻ വേണ്ടി കാലിടിച്ച് പഞ്ചറായി. അമ്മ അതെല്ലാം ഊരി വൃത്തിയാക്കുന്നു. ഇപ്പോൾ രാവിലെ നമ്മളുടെ പണി എന്ന് പറഞ്ഞതുകൊണ്ട് വീടിൻ്റെ മുകളിൽ ആ ടാർപ്പ ഇടണമായിരുന്നു. ചോർച്ചയുണ്ട് ടാർപ്പ, ഇതിനകത്ത് ഫുള്ള് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടാവും, അതായിരിക്കാം ഇങ്ങനെ ചോരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പണിയിലേക്ക് അമ്മ ഇവിടെ വേണ്ടേ വണ്ടി കഴുകി വൃത്തിയാക്കി. വണ്ടിയെ ഫുള്ള് ചള്ളയായിരുന്നു, വണ്ടിയൊക്കെ കഴുകി സെറ്റപ്പാക്കുന്നു. അപ്പുറത്ത് അവിടെ വണ്ടി പണിയുന്നു, അവിടെ കുറേ പണികളൊക്കെയാണ്. എല്ലാം പണി. ഞാനിവിടെ തുണിയൊക്കെ ഇവിടെ വിരിച്ച് കൊണ്ടിട്ടു. ഞാൻ ഈ തുണിയെല്ലാം കഴുകി വിരിച്ച്, നമ്മുടെ തുണിയെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കപ്പത്തോട്ടമുണ്ട്, എൻ്റെ കപ്പയൊക്കെ ഉണ്ടാവും. കപ്പ, ഓമ. നമ്മുടെ ഓമ ചെറിയ ഓമയായിരുന്നു, ആ ഓമ വലുതായത്. ഇത്രയും ഓമക്കകളുണ്ടായി. ഇതെല്ലാം എൻ്റെ ചെടികളും സംഭവങ്ങളൊക്കെയാണ്. കണ്ട അമിലി അവിടെ നിൽപ്പുണ്ട്, എൻ്റെ കുഞ്ഞ് നിൽക്കുന്നു. പട്ടിക്കുത്തി പോകുന്നു, ചുന്തിരി. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു മിനി വ്ലോഗ് ആട്ടോ ഇത്. മിലോ ഞാൻ കാണിച്ചു തരാം. മിലോ ഇവിടെ കിടന്ന് ഭയങ്കര ക്ലീനിങ്ങാണ്. മിലോ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും. മിലോ ഹായ് കൊടു. ചൊറിഞ്ഞ് കാണിക്കുകയാണ് നിങ്ങളെല്ലാവരും. മിലോ ഒരു ഹായ് കൊടുക്കാൻ. ഉമ്മ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തു. അമ്മയുടെ എല്ലാം, അമ്മ വന്നാലേ പണിയൊക്കെ നടക്കത്തുള്ളൂ. സോ അമ്മ എല്ലാം ഇളക്കി പറിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഇളക്കുന്നു. എല്ലായിടത്തും ഓരോ കിഴുത്തയായി, അതാണെന്ന് തോന്നുന്നു ചോരുന്നത്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഓട്ടകളുണ്ട്. ആ വെള്ളമെല്ലാം കൂടെ തങ്ങി നിന്ന് പാട്. നമുക്ക് സ്റ്റൂളാണോ? ഞാൻ അമ്മയ്ക്ക് സ്റ്റൂൾ എടുത്ത് കൊടുത്തിട്ട് സ്കൂൾ വണ്ടി പോകുന്നു. ഇത് മൗണ്ട് സിയോൺ സ്കൂൾ വണ്ടിയാണ് പോകുന്നത്. നമുക്ക് ഇതിലേക്കൂടെ സ്കൂൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എൻ്റെ സുന്തപ്പൻ, ഇവനാണ് എൻ്റെ ചുട്ടപ്പൻ. കണ്ടോ, ഞാൻ എൻ്റെ വണ്ടിയാണ്, എൻ്റെ സ്കൂട്ടറായത്. അവനെ ചെളിയാകാതിരിക്കാൻ വേണ്ടി വെള്ളിലിട്ടിറക്കി വെച്ചു. ഇത് നമ്മുടെ ഓട്ടോ. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചെറുക്കൻ. ഇതെൻ്റെ ചെടികളാണ് കേട്ടോ. ഇതെല്ലാം ജമന്തി. ആകാശം കണ്ടോ, അടുത്ത മഴക്കോളിനുള്ള ചാൻസ് ആണ്. അവിടെ നിന്ന് മഴ ഇങ്ങനെ കാർമേഘമൊക്കെ കണ്ടോ കയറി വരുന്നുണ്ട്. കണ്ട നമ്മുടെ വേണ്ട തുണിയെല്ലാം ഉണങ്ങാൻ ഇട്ടിരിക്കുക. ഇത് ഒത്തിരി പഴക്കമുള്ള കേട്ടോ, ഇത് ഒടിഞ്ഞു പോയി. ഒത്തിരി പഴക്കമുള്ള. എല്ലാം വിരിച്ചിട്ടേക്കുക. തുണിയെല്ലാം ഉണങ്ങി കിട്ടിയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അവർ രണ്ടും കൂടെ അത് വൃത്തിയാക്കുക. മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറേ ചെടികളുണ്ട്, വിത്തുകൾ. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്കിവിടെ വരുമ്പോഴാണ് ഇവിടെ നമ്മൾ ഒക്കെ മാറ്റി. കണ്ട കോവയ്ക്ക നമുക്ക് ഇഷ്ടത്തിനുണ്ട്. കണ്ട കോവയ്ക്ക ഇഷ്ടത്തിനുണ്ട്. ഇതുണ്ട് ബാക്ക് വശം നമുക്ക് തൂക്കാനുണ്ട്. എന്തോ പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് വണ്ടി ഇടാൻ വേണ്ടി നമ്മളിത് പണിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചേക്കുന്നതാണ്. ഇത് ആരോ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഇപ്പോൾ ആരുഷ് സ്കൂൾ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അവൻ ആദ്യമായിട്ടേ ഇപ്പോൾ 1ാം ക്ലാസ്സിലായിട്ട് നടന്നു വരുന്നത്. അച്ഛമ്മ അവിടെ അങ്ങ് നിന്നാൽ മതി. അച്ഛമ്മ അതുകൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, ആരുഷിനെ കണ്ടോ? വരുന്നുണ്ട്. സ്കൂൾ 1ാം ക്ലാസ് ഒക്കെയാണ് കണ്ടോ വരുന്നു. ആൾ വരുന്നുണ്ട്. ഇപ്പോൾ അവന് ഓരോ പഠിച്ചു വരുന്നുണ്ട് തന്നെ വരാനൊക്കെ. പട്ടിക്കുഞ്ഞ് വരെയാണ് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
എന്നെ അറിയത്തില്ലേ? ആ കണ്ട, അതാ പറഞ്ഞേ, എന്നെ വന്ന് പഠിക്കണം. കണ്ട ഇപ്പൊ കണ്ട ഒരു വലിയ ചേട്ടൻ വരുന്ന പോലെ ഉണ്ട് ദൂരേന്ന് കണ്ട. ആർഷിന് എന്നാണ് പറയാനുള്ളത്? സ്കൂളിൽ എങ്ങനെ ഉണ്ടടാ? ഇന്ന് അപ്പി ഇട്ടോടാ. ആർഷിനെ കളിയാക്കി. ഏടാ പറ, ഇന്ന് സ്കൂളിൽ പോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിപ്പിച്ചല്ലോ? എന്നാ പഠിപ്പിച്ചു? വീഡിയോ പിടിക്കോ പറ. മോനെന്താ നട്ടെ? അവിടെ ഒരു നപ്പി ഇടുന്ന കരുതി കാണാം. പോയിട്ട് വന്നത് അവന്റെ പുതിയ ചെരുപ്പൊക്കെയാ. ചെരുപ്പ് ഉണ്ട്. കണ്ടോ എന്റെ പുതിയ ചെരുപ്പാന്ന്. കണ്ടോ നോക്കുന്നുണ്ടോ? സ്കൂളിൽ നിന്ന് എടി സുന്ദരി, നീ എന്തുവാടേ നോക്കണേ? ചുണ്ടിടി എടി, ചുണ്ടിടി എടി, ചുണ്ടിടി എടി, ചുണ്ടിടി. ഇന്നലെ വന്നപ്പോ കൊണ്ടുവന്നില്ല ഇതൊന്നും. എടുത്തോണ്ട് വന്ന അവന്റെ ബാഗിനകത്തുള്ള സാധനങ്ങൾ. ഇതാണ് ആരുഷിന്റെ അനിയൻ അവനീത്. അവന്റെ പേര് കൊച്ചു എന്ന് വിളിക്കും. അതൊക്കെ പറ്റിപ്പോയി ഇവനബദ്ധം. വയറിളൊക്കെ വരുന്നല്ലേടാ, വയറിളകി പോയി. ഇവനാണെങ്കിൽ അപ്പി കൊണ്ട് മെഴുകും. അനി ചേട്ടൻ ചേട്ടൻ ചേട്ടാ വിളി, ചേട്ടാന്ന് വിളി. നമ്മൾ ഇത്രയും പണിഞ്ഞു, ഇത്രയും ഇവിടെ നിന്ന് ഇവിടെ വരെ ഇട്ട് തുടങ്ങി. ഇനി ഇത്രയും എല്ലാം കഴുകി വെച്ചു. ഇനിയിപ്പോൾ ചായ ഇടാൻ പോകട്ടോ. ചായ ഇടാൻ ചായ പൊടിയൊക്കെ ഇട്ട് അടുക്കള വൃത്തിയാക്കി ഷെൽഫ് പോലെ പണിയാണ് നമുക്ക്. ഇതൊക്കെ ശരിയാക്കി ഹസ്ബൻഡ് ചേട്ടനും കൂടെ പണിയായിരുന്നു എനിക്ക്. ഇത് ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ ഇവരിതെല്ലാം ഭിത്തിയിൽ ഇതെല്ലാം ആക്കി തന്നു. നമ്മുടെ പൂജാമുറി ചെറിയൊരു പൂജാമുറി. ഞാൻ എൻ്റെ മുറ്റത്ത് പോച്ചയൊക്കെ ഇവിടെ ഭയങ്കര കൊതുകും മറ്റേ ചെറിയ ഈച്ചയൊക്കെ ഇല്ല, അതൊക്കെ ശല്യമാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ 8 എണ്ണിട്ട് ഇന്ന് ഇപ്പം ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി. ദോശയുടെ ബാക്കി 2 എണ്ണം ഉണ്ട്, അത് നമ്മൾ കഴിച്ചു. പിന്നെ ദോശയും ഉരുളൻകിഴങ്ങ് കറിയുമായിരുന്നു. ചായ പോയി. വണ്ടിപ്പണിക്കാരനെത്തി. അപ്പൻ കഴിഞ്ഞ രണ്ടാമത്തെ ഇന്നത്തെ പരിപാടി, അവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇവിടെ നല്ല കാടുണ്ടായിരുന്നു, അപ്പോൾ കാടടിക്കുക. നല്ല ഫുള്ള് കാടായിരുന്നല്ലോ പുല്ലൊക്കെ, അപ്പോൾ അതൊക്കെ ഫുള്ള് ക്ലീൻ ആക്കുക. മേനെ അടിക്കൂ. അങ്ങനെ കുറേ നേരം കുളിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം സീരിയലൊക്കെ കണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് വേണം കുളിക്കാൻ. കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ, അങ്ങനെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതല്ല ഇനിയും അതായത് സ്ഥലത്ത് എടുത്ത് വെക്കണം. അലമാരിയിൽ വെക്കേണ്ടതല്ല അലമാരി വെക്കണം. അങ്ങനെ കുറച്ച് നേരം സീരിയലൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ കുളിക്കാൻ പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയലാണിത്. അപ്പോൾ അത് കണ്ടു കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, കുളിച്ച് വന്ന് അപ്പം തന്നെ ഒരു ആപ്പിൾ ജ്യൂസ് എടുത്ത് കുടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഖമൊക്കെ നോക്കിയായിരുന്നു. മുഖത്തൊക്കെ പിമ്പിൾസൊക്കെ വന്നു തുടങ്ങി, കുറച്ച് ആക്നെയും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഫേസിലൊക്കെ. അപ്പോൾ എനിക്ക് PCODയുടെയും തൈറോയിഡിൻ്റെയൊക്കെ കൊണ്ട് എനിക്കിങ്ങനെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടൊക്കെ ഫേസിലൊക്കെ ചെറിയ കുരുവൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാനിതൊക്കെ നോക്കുക കേട്ടോ. എൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക മോശമായി. അപ്പോൾ ഇനി അതൊക്കെ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ അതാണ് ചെറിയൊരു മഴയൊക്കെ പെയ്തായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവറായിട്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ ഹസ്ബൻഡ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വോയിസ് ആയിട്ടാണ് കഴിക്കുന്നത്. പാത്രം കഴിച്ച് ഞാൻ അപ്പുറത്തെ എൻ്റെ വീട്ടിലാട്ടോ പോയി കഴിച്ചത്. ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ പോയി കഴിച്ച്. പിന്നെ ഇവിടെ ഇതുകൊണ്ട് വെള്ളം, അടുപ്പത്ത് വെള്ളം കേട്ടോ ഇരിക്കുന്നത്, ചൂടുവെള്ളം. പിന്നെ നമ്മൾ വെള്ളം കഴുകി സെറ്റ് ചെയ്ത് കണ്ടോ, എല്ലാം കഴുകി സെറ്റാക്കി ഇവിടെ എല്ലാം അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. വേറെ ഇനി ഞാൻ കിടന്നുറങ്ങും. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഇതിന് 100 സംതിങ് എന്താണെന്ന് തോന്നുന്നു. ഇത് മീഷോയിൽ നിന്ന്. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്.